നമസ്കാരം, എല്ലാവർക്കും ഡ്രീം ട്രേഡിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാളെ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകളും അതിന്റെ ഇമ്പോർട്ടന്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും ഏതൊക്കെയാണെന്നാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ ഇൻട്രാഡേക്ക് വേണ്ടി തന്നിരുന്ന സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. അപ്പം ഇത് UBLന്റെ 15 മിനിറ്റ് ചാർട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, UBL നമ്മൾ 1224 എബവ് ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത് 1229 അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 1235 ആയിരുന്നു വെച്ചിരുന്നത്. നമ്മുടെ ആ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ നമ്മുടെ രണ്ട് ടാർഗറ്റ്സും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 1252.75 ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം UBL സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ചോളമണ്ഡലം ഫിനാൻസ് ആയിരുന്നു. ഓക്കെ, ഇത് ചോളമണ്ഡലം ഫിനാൻസിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. ചോളമണ്ഡലം ഫിനാൻസ് നമ്മൾ 540 എബവ് ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത് 543 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 546 നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും വെച്ചിരുന്നു. നമ്മൾ രണ്ട് ടാർഗറ്റ്സും ചോളമണ്ഡലം ഫിനാൻസിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 548.9 ഒരു ഹൈ ആണ് ചോളമണ്ഡലം ഫിനാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് ചോളമണ്ഡലം ഫിനാൻസിലും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ഇത് ട്രെൻഡിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. ട്രെൻഡ് നമ്മൾ 910 എബവ് ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 914 അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 918 ആയിരുന്നു വെച്ചിരുന്നത്. നമ്മുടെ ആ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു സ്റ്റോക്കിലുണ്ടായിരുന്നത്. സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 944.5 ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രെൻഡിലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തവർക്കെല്ലാം നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പം 910 നിന്നും 944 നല്ലൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ട്രെൻഡിൽ ഇന്ന് കിട്ടിയത്. അപ്പം നമ്മുടെ അടുത്ത സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ ആയിരുന്നു. അപ്പോൾ ഇത് ടാറ്റ സ്റ്റീലിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. ടാറ്റ സ്റ്റീൽ നമ്മൾ 735 ബിലോ ഒരു ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 732 അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 728 ആയിരുന്നു വെച്ചിരുന്നത്. ഈസി ആയിട്ട് തന്നെ നമ്മുടെ രണ്ട് ടാർഗറ്റ്സും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയുന്നത് 702.25 ഒരു ലോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 735 നിന്നും 702 നല്ലൊരു ഫാളാണ് നമുക്ക് ടാറ്റ സ്റ്റീലിൽ കിട്ടിയത്. ടാറ്റ സ്റ്റീലിലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റോക്ക് TCS ആയിരുന്നു. TCS നമ്മളുടെ ഡൗൺ സൈഡിലുള്ള ലെവലിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2996 ബിലോ ഒരു ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു ലെവലിൽ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ആ ഒരു ലെവലിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ ആ ഒരു എൻട്രിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു. അതിന് ശേഷം നമ്മുടെ അപ് സൈഡുള്ള ലെവൽ 3033 എബവ് നമ്മളൊരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 3050 അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 3062 ആയിരുന്നു വെച്ചിരുന്നത്. അപ്പം അപ് സൈഡിലുള്ള ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ നമ്മുടെ രണ്ട് ടാർഗറ്റ്സും TCS അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം TCS ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 3066.9 ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് TCSലും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ് ആയിരുന്നു. അദാനി എൻ്റർപ്രൈസസ് നമ്മൾ 927 എബവ് ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നു. ആ ഒരു ലെവലും അദാനി എൻ്റർപ്രൈസസിലും ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. 928.6 ആ ഒരു ലെവൽ വരെ സ്റ്റോക്ക് പോയുള്ളൂ. അപ്പോൾ ആ രണ്ടിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഡൗൺ സൈഡിൽ 905 ബിലോ നമ്മളൊരു ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 901 അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 897 ആയിരുന്നു വെച്ചിരുന്നത്. ഈസി ആയിട്ട് തന്നെ നമ്മുടെ രണ്ട് ടാർഗറ്റ്സും അദാനി എൻ്റർപ്രൈസസിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയുന്നത് 893.6 ഒരു ലോ ആണ് അദാനി എൻ്റർപ്രൈസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അദാനി എൻ്റർപ്രൈസസിലും ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് എൻട്രി എടുത്ത 6 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 6 സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്ന് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകളും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ സ്റ്റോക്ക് അദാനി പോർട്സ് ആണ്. അപ്പം ഇത് അദാനി പോർട്സിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം അദാനി പോർട്സ് നല്ലൊരു കൺസോൾട്ടേഷനിലാണുള്ളത്. അപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ ചെയ്യുകയാണെങ്കിൽ അദാനി പോർട്സിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 767 എബവ് നമുക്ക് അദാനി പോർട്സിൽ ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 767 ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് അദാനി പോർട്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 771 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ടും അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 775 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും
അദാനി പോർട്സിൽ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ 736 ബിലോ നമുക്കൊരു ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റിയും അദാനി പോർട്സിൽ നോക്കാവുന്നതാണ്. 736 ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റും അദാനി പോർട്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 732 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 728 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും അദാനി പോർട്സിൽ വെക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് അദാനി പോർട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റോക്ക് MFSL ആണ്. MFSL നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് MFSL നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 930 അബോവ് നമുക്കൊരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി MFSL നോക്കാവുന്നതാണ്. 930 ലെവല് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് MFSL പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 934 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് MFSL വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 940 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും MFSL വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ 910 ബിലോ നമുക്കൊരു ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റിയും MFSL നോക്കാവുന്നതാണ്. 910 ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റും MFSL പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 906 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 902 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും MFSL വെക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് MFSLൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. നമ്മളുടെ അടുത്ത സ്റ്റോക്ക് UPL ആണ്. ഓക്കെ, ഇത് UPLൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. UPL നമുക്ക് നാളെ ഒരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 632 ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് UPL പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 632 എബോവ് നമുക്കൊരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി UPL നോക്കാവുന്നതാണ്. ഓക്കെ, 632 ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 635 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് UPL വെക്കാവുന്നതാണ്. ഇതിനുശേഷം നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 638 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും UPL വെക്കാവുന്നതാണ്. 638. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് UPLൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും. പിന്നെ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ട്രെൻഡാണ്. നമ്മളിന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ്. അപ്പോൾ ട്രെൻഡിൽ നമുക്ക് നാളെ വീണ്ടും ഒരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ട്രെൻഡിൽ നമുക്ക് 925 അബോവ് നമുക്കൊരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി നാളെ നോക്കാവുന്നതാണ്. നമുക്ക് ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. 925. ഓക്കെ, ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ട്രെൻഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 929 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 933 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും ട്രെൻഡിൽ വെക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ട്രെൻഡ് ലിമിറ്റഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റോക്ക് HDFC ലൈഫ് ആണ്. ഓക്കെ, ഇത് HDFC ലൈഫിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. HDFC ലൈഫിൽ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് HDFC ലൈഫിലും നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 746 അബോവ് നമുക്കൊരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി HDFC ലൈഫിൽ നോക്കാവുന്നതാണ്. 746 ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 749 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 752 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും HDFC ലൈഫിൽ വെക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് HDFC ലൈഫിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും. പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് നോക്കാം. ആ സ്റ്റോക്ക് M&M ആണ്. M&Mൽ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് M&Mൽ നല്ലൊരു കൺസോൾട്ടേഷനിലാണുള്ളത്. ഇപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് M&Mൽ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 868 എബോവ് നമുക്കൊരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി M&Mൽ നോക്കാവുന്നതാണ്. 868 ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 872 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 875 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും M&Mൽ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ
838 ബിലോ നമുക്കൊരു ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റിയും M&M നോക്കാവുന്നതാണ്. 838 ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 835 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ സെക്കൻഡ് ടാർഗറ്റായിട്ട് 832 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും M&M വെക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് M&M ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽസും ടാർഗറ്റ്സും. അപ്പം ഇത്രയൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഏതാണോ അതനുസരിച്ച് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ദിവസം കൂടി ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.